ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എയർ ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്നും കാണിച്ചു തരുന്നത്. അതുപോലെ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ചിക്കൻ ഷവർമ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു ചിക്കൻ റെസിപ്പി നമുക്ക് ചപ്പാത്തീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൊട്ടറ്റോസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഒരു ഷവർമ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം അല്ലെങ്കിൽ ഒരു 400 ഗ്രാം ബ്രസ്റ്റ് പീസ് ഇങ്ങനെ ചെറുതായി പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിലോട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ പട്ട പൊടിച്ചതും. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 3 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഷവർമ ആയതുകൊണ്ട് തന്നെ അതിനിപ്പോൾ ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗാർലിക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണൊക്കെ ഉപ്പാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ടൈം കൂടുതലുണ്ടെങ്കിൽ അത്രയും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. പിന്നെ നമ്മളിത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസാണല്ലോ, അപ്പോൾ കുറേ നേരം വെച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ 2 പൊട്ടറ്റോസും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നീളത്തിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ടെങ്കിലും അരിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പിന്നെ രണ്ടാമത്തതിൻ്റെ ഒരു ഹാഫ് പോർഷനും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനിയിപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കാം കേട്ടോ, 1/4 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു പൊട്ടറ്റോസിൽ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കനും പൊട്ടറ്റോസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരുടെ അടുത്തും എയർ ഫ്രയർ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഈ ഒരു ഓയിൽ നമ്മൾ ഈ ഒരു ചിക്കനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതന്നെ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാതെ ഒന്ന് പരത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഓയിലിൽ ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോസും ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എയർ ഫ്രൈയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ചിക്കനിലുള്ള ഓയിലൊക്കെ ഒന്ന് അതിൽ താഴോട്ടേക്ക് പോവും. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നും, ചിക്കന് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കുത്തിക്കൊള്ളിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. എല്ലാ ചിക്കനും വേറിട്ട് നിൽക്കുന്ന രീതിയിൽ പരത്തി തന്നെ വെച്ച് കൊടുക്കുക.
ഞാൻ ചിക്കന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കൽ. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഇടും, എന്നിട്ട് ഒന്നിങ്ങനെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് 12 മിനിറ്റൊക്കെ ഇടും. അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിലൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്താനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിൽ തന്നെ ആ ഒരു അലൂമിനിയം ഫോയിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോസും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോസ് നമ്മൾ കുറച്ച് നേരം മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആ മസാലയൊക്കെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോസും ഞാൻ ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 10 മിനിറ്റ് അല്ല, ഒരു ഫസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ പൊട്ടറ്റോസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലിട്ട് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള പൊട്ടറ്റോസൊക്കെ ഒന്ന് അടിഭാഗത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയനൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയനൈസ് ഞാൻ ഒരുപാട് ഓയിൽ വെച്ചിട്ടോ ഒന്ന് മുട്ട വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ. ഞാനിവിടെ പൊതുവേ പൊട്ടറ്റോസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മയനൈസാണ്. അപ്പോൾ അതിങ്ങനെ മുകളിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇങ്ങനെ മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഞാൻ കാണിച്ച പോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വലിയുള്ളി ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ അല്പം മൊസറല്ല ചീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ, ഹെൽത്തിയാണ്. അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ വെച്ച് കൊടുക്കുന്നുള്ളൂ, ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ചിക്കൻ റെസിപ്പി, അല്ലെങ്കിൽ ചിക്കൻ ഷവർമ എന്നൊക്കെ പറയാം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എയർ ഫ്രൈ റെസിപ്പിയും കൂടിയാണ്. ഇനി എയർ ഫ്രയർ അല്ലാത്തവർക്കും ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.